ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് പനീറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാലക്ക് എടുത്തരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് എത്രമാത്രം നമുക്ക് ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രയും നമ്മൾ ചെറുതായിട്ട് ഈ പാലക്കിനെ അരിഞ്ഞ് വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് പനീർ തന്നെയാണ്. പനീർ ഞാനിവിടെ ക്യൂബാക്കി ഒരു 200 ഗ്രാം പനീർ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒനിയനാണ്. ഒരു വലിയ ഒനിയനാണ്. മീഡിയം സൈസ് ആണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുക്കുക. ഞാനിവിടെ ഒരു വലിയ ഒനിയൻ ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം എടുത്ത് നന്നായിട്ട് എത്രമാത്രം നമുക്ക് ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രയും നമ്മൾ ചെറുതായിട്ട് തന്നെ അരിയണം. പിന്നെ ഒരു വലിയ ടൊമാറ്ററാണ്. അത് ഞാൻ ഇവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി പച്ചമുളകും കൂടെ നമുക്കൊന്ന് ഒരു ഇടികല്ലിലുണ്ടല്ലോ, ഇടികല്ലിനകത്തിട്ട് നമുക്കതൊന്ന് ഇടിക്കണം. നമുക്ക് ചതച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റായിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റാക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒരു കല്ലിൽ വെച്ചിട്ടത് ഇടിച്ചിട്ടാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിതാ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കല്ലിനകത്ത് വെച്ച് ഇടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതോടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ എടുക്കുന്നത് കടുകെണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് കടുകെണ്ണ ഇഷ്ടമല്ല എന്ന് വരികിൽ കടുകെണ്ണയിൽ ഉണ്ടാക്കുന്നൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കടുകെണ്ണയിൽ ഉണ്ടാക്കുന്നത്. കടുകെണ്ണ ഇഷ്ടമല്ല എന്ന് വരികിൽ നിങ്ങൾ കുക്കിംഗ് ഓയിൽ, റിഫൈൻഡ് ഓയിൽ നിങ്ങൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അത് ഈ കടുകെണ്ണ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണ് പറഞ്ഞത്. മലയാളികളായ നമുക്കൊക്കെ കടുകെണ്ണ അത്ര ഇഷ്ടമല്ലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ റിഫൈൻഡ് ഓയിൽ, ഏത് കുക്കിംഗ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ നിങ്ങൾ ഏത് യൂസ് ചെയ്യുന്നോ അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. അത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക. കണ്ടെങ്കിൽ മാത്രമേ എങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ റെസിപ്പി എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ കടുകെണ്ണ യൂസ് ചെയ്യുമ്പോൾ കടുകെണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. കടുകെണ്ണയിൽ നിന്ന് കണ്ട ഇതുപോലെ പുക വരുന്നത് പോലെ നമ്മളിത് ചൂടാക്കി എടുക്കണം. അല്ലെങ്കിൽ അതിനകത്തൊരു ചെറിയൊരു സ്മെല്ലും ഒരു ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം പൊട്ടി വന്നതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, നമുക്കതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചെറിയ തീയിൽ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാമേ. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത് അത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നമുക്ക് ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ ഒന്നും അത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി നമുക്കിത് കളർ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളി ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ടൊമാറ്റോ വേകാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ചേർക്കാവുന്നതാണ് കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇച്ചിരി നേരം നമുക്കിത് അല്പസമയം അടച്ച് വെച്ചും കൂടെ വേവിക്കണം. ടൊമാറ്റോ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഒട്ടും ടൊമാറ്റോ അതിന് കഷ്ണങ്ങളായിട്ട് കാണാൻ പാടില്ല. നല്ലൊരിത് വെന്ത് അലുത്ത് വേണം വരാനായിട്ട്. അതിനാണ് നമുക്ക് ഏറ്റവും ചെറുതായിട്ട് വേണം ടൊമാറ്റോയും അരിഞ്ഞെടുക്കാൻ. ഞാൻ അല്പസമയത്തൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒത്തിരി അങ്ങ് ക്ലോസ് ആക്കരുത്. ഇച്ചിരി ഇടവിട്ട് ഒന്ന് അടച്ച് വെക്കണേ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് 1-2 മിനിറ്റ് കൂടുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൂടെ കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി ഉടച്ചു കൊടുക്കണം കേട്ടോ. ടൊമാറ്റോ നല്ലപോലെ വേവണം.
അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അരച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ടേസ്റ്റ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത്. അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മളിതുപോലെ വേവിച്ചെടുക്കുന്നത്. കാരണം ടൊമാറ്റോ ഒക്കെ ഏകദേശം വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ടൊമാറ്റോ എല്ലാം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് മസാലകളാണ് ചേർക്കേണ്ടത്. മസാല ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി ഏകദേശം ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി അല്പസമയം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ മസാലയുടെയും പച്ചമണമൊക്കെ. അല്പം ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിരിക്കുന്ന ജീരകത്തിൻ്റെ പൊടിയാണ്. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ജീരകം വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് നല്ലത്. അതും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാലക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട ഉടനെ തന്നെ നമ്മളിത് ഇളക്കരുത്. നമ്മൾ അല്പസമയം ഒന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും അതിനകത്തുനിന്ന് കുറച്ചൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും. നമുക്ക് അല്പസമയം ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനകത്തുനിന്നൊക്കെ കുറേശ്ശെയായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വീണ്ടും വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം. അടച്ചു വെച്ചിട്ട് പോകരുത്. ഇപ്പം പാലക്കൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് ഇട്ട് തുറന്ന് നോക്കണം കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് പാലക്കായതുകൊണ്ട് പെട്ടെന്ന് വേവുക തന്നെ ചെയ്യും. ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ തൈരൊക്കെ ഉടയ്ക്കുന്ന മത്തുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇത് അടുപ്പേ തന്നെ വെച്ചിട്ടുണ്ട്. തീ കെടുത്താൻ പാടില്ല. തന്നെ വെച്ച് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കണ്ടോ. പാലക്ക് നമ്മൾ അരച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതിങ്ങനെ ഉടച്ചെടുക്കാമേ. നേരത്തെ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ഏകദേശം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതുപോലെയാണ് പാലക് പനീർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് മിക്സിയൊക്കെ വന്നത്. മിക്സിയൊക്കെ വന്നപ്പോഴാണ് അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് നമ്മൾ ഇതുപോലെ എടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അത് നമുക്ക് അരച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് അതുപോലെ തന്നെ ഉടച്ചു കൊടുക്കാം. തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ആ മത്ത് വെച്ച് തന്നെ നമുക്കത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഏകദേശം നമ്മൾ അരയ്ക്കുന്നത് പോലെ തന്നെ ഒരു പേസ്റ്റ് പോലെ ആയി വരും ഇത് കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിങ്ങനെ ചെയ്യുന്നതിന്. അരയ്ക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ കണ്ടോ, എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ നമ്മൾ ഇട്ടതൊന്നും അതുപോലെ കാണാൻ പോലും ഇല്ല. അതുപോലെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് വേവിച്ചെടുക്കണം. അത് നമുക്ക് നന്നായിട്ട് ചെറുതീയിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതൊക്കെ ഈ പേസ്റ്റ് ഒന്ന് ബൈൻഡ് ആവാൻ വേണ്ടിയാണ്. ഒന്ന് ബാലൻസ് ആയിക്കും. പാലക്കിൻ്റെ ഒരു പച്ച പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ. അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി നമുക്ക് അത് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് എത്രമാത്രം ഇത് ലിക്വിഡിയായിട്ട് ഗ്രേവി വെക്കണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് വെള്ളത്തോടെ ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും വേണമെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ്. ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കണമെന്ന് മാത്രം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് പോരായിരിക്കും വെള്ളം. ഞാൻ വീണ്ടും ഇവിടേക്ക് വെള്ളം ഇനി ഒഴിക്കേണ്ട ആവശ്യമാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെന്നൊരു വീണ്ടും നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഗരം മസാലയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
ഇനി നമുക്ക് നമ്മളിവിടെ ക്യൂബാക്കി വെച്ചിരിക്കുന്ന പനീറൊന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പനീർ ഫ്രൈ ചെയ്യാതെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫ്രൈ ചെയ്തതിന് ശേഷവും ചേർക്കാം. ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഫ്രൈ ചെയ്യാതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നില്ല. ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി നമ്മളിട്ട് ഇളക്കരുത്, കാരണം പനീർ പൊടിഞ്ഞു പോകും. പൊടിയാതെ തന്നെ അതുപോലെ തന്നെ കിടക്കണമെങ്കിൽ നമ്മൾ പതുക്കെ ഇളക്കാവുള്ളൂ. പിന്നെ അല്പ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അല്പം കടുക് വറുത്ത് ചേർക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അല്പം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായി വന്നപ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്ത് ഒരു ചുമന്ന കളർ, വെളുത്തുള്ളി ഒരു ചുമന്ന കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാലക് പനീറിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് അടച്ച് വെച്ച് അല്പസമയം ഒന്ന് ചെറിയ തീയിലിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.